ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്ലസ് ടുയുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 8 സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ പ്രോസസ്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പം പ്രോസസ്സ് എന്തൊക്കെയാണ്, 10 പ്രോസസ്സ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലോട്ട് അടക്കാം. മീനിങ് ഓഫ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സംഘടനയിലെ വിവിധ സ്ഥാനങ്ങൾ വരിക്കാൻ ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് പരിശീലിപ്പിക്കുന്നതിനാണ് ഉദ്യോഗവൽക്കരണം അഥവാ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു മീനിങ്, സ്ഥാപനത്തിൻ്റെ ഘടനയിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദവികൾ വഹിക്കാൻ ആവശ്യമായ ആളുകളെ തിരഞ്ഞെടുത്ത് വിലയിരുത്തി പരിശീലിപ്പിച്ച് നിയമിക്കുക എന്ന മാനേജറിയൽ കർത്തവ്യമാണ് സ്റ്റാഫിംഗ്. അപ്പോൾ നമുക്കറിയാം, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തേർഡ് ഫംഗ്ഷനാണ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിൻ്റെ തേർഡ് ഫംഗ്ഷനാണ്. എന്താണ് സ്റ്റാഫിംഗ്? അപ്പോൾ സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിലേക്ക് ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെയൊക്കെ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയാം. അപ്പോൾ അതത് ജോലി ചെയ്യാനൊക്കെ കാപ്പബിൾ ആയിട്ടുള്ള ആ ഒരു സ്കില്ലും നോളേജും ഒക്കെയുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ജോലിക്കും ഓരോരുത്തരും നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അതുപോലെ സ്റ്റാഫിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ശരിയായ ജോലിക്ക് ശരിയായ സമയത്ത് ശരിയായ ആളെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയാം. റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ ശരിയായ ജോലിക്ക് ശരിയായ സമയത്ത് ശരിയായ ആളെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ശരിയായ ജോലിക്ക് ശരിയായ ആളെ നിയോഗിക്കുമ്പോൾ സംഘടന ഊർജ്ജസ്വലമാകുന്നു. നെക്സ്റ്റ് വൺ, ഫലപ്രദമായ ഒരു മാനുഷിക സംഘടന പടുത്തുയർത്തുന്നു. നെക്സ്റ്റ്, മനുഷ്യ വിഭവ സമ്പത്ത് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് വൺ, കനത്ത നിക്ഷേപം ആവശ്യമായി വരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മനുഷ്യപ്രയത്നം ഇല്ലാണ്ട് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതാണ് അടിസ്ഥാന ആധാരം എന്ന് വെച്ചാൽ മാൻ പവർ, അതുപോലെ മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യശേഷി, അതുപോലെ മനുഷ്യപ്രയത്നം, മാൻ പവർ ഒക്കെയാണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത്. അപ്പോൾ ഇങ്ങനെ ഈ ആളുകളെയൊക്കെ നമ്മൾ ശരിയായ ആളുകളെ നിയോഗിക്കുമ്പോൾ, അപ്പോൾ കറക്റ്റ് ജോലിക്ക് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളൊരു ജോലിക്ക് നിയമിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത്, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും കൂടുന്നുണ്ട്. അതുപോലെ ഫലപ്രദമായ മാനുഷിക സംഘടന പടുത്തുയർത്തുന്നു. അപ്പോൾ കുറച്ച് ആളുകളെ നമ്മളൊരു ജോലിക്ക് നിയോഗിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു യൂണിയൻ ഉണ്ടാവും, അവിടെ ഒരു ഫോർമൽ ഓർ ഇൻഫോർമൽ ഒരു ഓർഗനൈസേഷൻ അവിടെ രൂപീകരിക്കുന്നുണ്ട്. ആ ഒരു മനുഷ്യരുടെ ആ ഒരു കൂട്ടായ്മ, അവരൊരു പുതിയൊരു ഇത് അവിടെ ഫോം ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ മനുഷ്യ വിഭവ സമ്പത്തും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പ്രോസസ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 പ്രോസസ്സ് ഉണ്ട്. അപ്പം അതിൽ മാൻ പവർ പ്ലാനിങ്, മനുഷ്യ പ്രയത്ന പ്ലാനിങ്, നെക്സ്റ്റ് ജോബ് അനാലിസിസ്, ജോലി വിശകലനം ചെയ്യുക, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, നിയമനം, ഇൻഡക്ഷൻ, അവതരിപ്പിക്കുന്ന പ്രക്രിയ, പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പരിശീലനം ആൻഡ് വികസനം, പെർഫോമൻസ് അപ്രൈസൽ, വിലയിരുത്തൽ, കോമ്പൻസേഷൻ, വേതനം, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, പ്രൊമോഷനും സ്ഥലമാറ്റവും. അപ്പോൾ ഈ ഒരു 10 പ്രോസസ്സാണ് സ്റ്റാഫിങ്ങിൻ്റെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാൻ പവർ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. മാൻ പവർ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ഥാപനത്തിന് യോഗ്യതയുള്ള ജീവനക്കാർ എത്ര വേണമെന്ന് നിർണ്ണയിക്കുകയും അത്രയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മാനവശേഷി ആസൂത്രണം. അതാണ് മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് യോഗ്യതയുള്ള ജീവനക്കാർ എത്ര വേണമെന്ന് നിർണ്ണയിക്കുകയും അത് ഉണ്ടെന്ന് അവിടെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മാൻ പവർ പ്ലാനിങ്. അതാണ് സ്റ്റാഫിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഒരു ജോലിക്ക് അനുയോജ്യമായ ആൾക്കാർ എത്ര വേണമെന്ന് കണ്ടെത്തുകയും അതുപോലെ അത് അവിടെ അത്രയ്ക്കുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് മാൻ പവർ പ്ലാനിങ്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാഫിങ്ങിൻ്റെ. ഇനി നെക്സ്റ്റ് ജോബ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോസസ്സാണ് ജോബ് അനാലിസിസ്. ഒരു ജോലിയെ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളും പ്രവർത്തനങ്ങളും ആക്കി വിഭജിക്കുന്ന പ്രക്രിയയാണ് ജോലി വിശകലനം. ഒരു ജോലി നന്നായി ചെയ്യുന്നതിന് ജീവനക്കാരന് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വം, ചുമതല, യോഗ്യത എന്നിവ എത്രത്തോളം വേണമെന്ന് നിശ്ചയിക്കുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ജോബ് അനാലിസിസിലൂടെയാണ് നമുക്കൊരു ജോലീൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അത് എന്തൊക്കെ ജോലിയാണ്
ഒരു ജോലി നന്നായി ചെയ്യുന്നതിന് ജീവനക്കാരന് എന്തൊക്കെ ഉണ്ടായിരിക്കേണ്ട ആ ഒരു സ്കില്ല്, നോളേജ്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ, അതൊക്കെ എന്തൊക്കെയാണ്, എത്രത്തോളം വേണമെന്നൊക്കെ നിശ്ചയിക്കുന്നത് ജോബ് അനാലിസിസിലൂടെ ആണ്. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ആവശ്യമുള്ള മനുഷ്യപ്രയത്ന ശേഷി എത്രയെന്ന് തീരുമാനമായാൽ അതിനു വേണ്ട ആളുകളെ എവിടെ നിന്ന് കിട്ടുമെന്ന് മാനേജ്മെൻറ്റ് അന്വേഷണം ആരംഭിക്കും. ഇതിനുള്ള സാങ്കേതിക പദമാണ് റിക്രൂട്ട്മെൻറ്റ് എന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ എത്ര സ്റ്റാഫിനെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അവരവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് ആ ഒരു ആളുകൾ അന്വേഷിച്ച് തുടങ്ങും. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കൽ ടേമാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു മീനിങ് നോക്കുക. സ്ഥാപനത്തിൽ ലഭിക്കാവുന്ന ജോലികൾ അല്ലെങ്കിൽ ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അപേക്ഷക്കാരനാകാൻ സാധ്യതയുള്ളവരെ അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യലാണ് എന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ ജോലി ഓരോ എംപ്ലോയീസിനെ അവർ തിരക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വഴിയൊക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കും. എന്നിട്ട് അപേക്ഷിക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്നും കൂടെ അവരെ പ്രേരിപ്പിക്കുക, അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യുക. അങ്ങനെ അത്തരത്തിലുള്ള രീതിയും റിക്രൂട്ട്മെൻറ്റ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ 2 സോഴ്സസാണ്, ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഉറവിടങ്ങൾ. അപ്പോൾ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തുന്നതിനെയാണ് ആഭ്യന്തര ഉറവിടം എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ ആത്മാർത്ഥതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിക്കും. സ്ഥലം മാറ്റം നൽകിയും സ്ഥാനം നൽകിയും ആളെ കണ്ടെത്താം. അപ്പം റിക്രൂട്ട്മെൻറ്റിന് 2 സോഴ്സസ് ആണ്, ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. അപ്പം നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ കുറച്ച് വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻറ്റേർണലി റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഒരു കമ്പനീനെ സംബന്ധിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ തമ്മിൽ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു എംപ്ലോയീനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ഒരു ആത്മാർത്ഥതയും കാര്യക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. അപ്പോൾ അവരവരുടെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ആ ജോലി ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ തന്നെ നല്ല പോസ്റ്റസും വേക്കൻസീസും വരുമ്പോൾ അവരെ തന്നെ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നതുണ്ട്. അതാണ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്, അഥവാ ആഭ്യന്തര ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സ്റ്റേണൽ സോഴ്സസ്, ബാഹ്യ ഉറവിടങ്ങൾ. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് കുറേ അധികം എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം എക്സ്റ്റേണൽ സോഴ്സസ് അഥവാ ബാഹ്യ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെയേറെ വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലകളിൽ പലപ്പോഴും സ്ഥാപനത്തിലെ ജീവനക്കാർ അപര്യാപ്തമാകുകയോ അനുയോജ്യമല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് പുറത്തുനിന്ന് ജീവനക്കാരെ കണ്ടെത്തുന്നു. അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോലി, ഒരു വേക്കൻസി, ഒരു നല്ല നല്ല പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെയൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് അതിനത്രത്തോളം ആപ്റ്റ് ആയിരിക്കണമെന്നില്ല, അത്രത്തോളം എന്താ പറയുക, അവർക്ക് വേണ്ടതായിട്ട് സ്കില്ലും ആ ഒരു കാപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുറത്തത്തെ ആൾക്കാരെ നമ്മൾ കമ്പനിയിലേക്ക് ഒരു ജോലിക്ക് എടുക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് സോഴ്സസ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ പരസ്യം, അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ പരസ്യം വഴി നമ്മൾ എക്സ്റ്റേണലി റിക്രൂട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ യോഗ്യതയും പരിചയസമ്പത്തും ആവശ്യമുള്ള ഉയർന്ന ജോലികൾക്ക് ആളുകളെ കണ്ടെത്താൻ ഏറ്റവും നല്ല രീതിയാണ് മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾ. പരസ്യത്തിലൂടെ സ്ഥാപനത്തെ പറ്റിയും ജോലിയെ പറ്റിയുമുള്ള വിവരങ്ങൾ നൽകാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ് എന്ത്, പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇപ്പം ഒന്ന് മീഡിയാസ് വഴിയാവാം, എന്തെങ്കിലും ന്യൂസ് പേപ്പർ വഴി, അതുപോലെ റേഡിയോസ് വഴി, അങ്ങനെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. ഓരോ പോസ്റ്റേഴ്സ് വഴിയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പരസ്യത്തിലൂടെ നമ്മൾ ആ ഒരു ജോബിൻ്റെ ജോബ് ടൈറ്റിലും അതുപോലെ നമ്മുടെ ആ ഒരു കോൺടാക്ട് നമ്പറും ഒക്കെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പരസ്യമായിട്ട് ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് കുറേ ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പരസ്യം ഒരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. നെക്സ്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. തൊഴിൽ തേടുന്നവരുടെ പേര് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നു. ജീവനക്കാരെ ആവശ്യമുള്ളതായി തൊഴിലുടമകൾ അറിയിച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരുടെ വിവരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് തൊഴിലുടമയ്ക്ക് നൽകുന്നു. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നമ്മളൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് അഡീഷണലായിട്ട് ചെയ്യുന്നോ അപ്പോൾ അതൊക്കെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരെന്താണ് ഈ ഒരു
ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും വേക്കൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ ആ ഒരു പാർട്ടി ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് ഇങ്ങനെ തൊഴിൽ രജിസ്റ്റർ ചെയ്ത് കാൻഡിഡേറ്റ്സിനെ അവരുടെ ആ ഒരു ഡാറ്റാസ് ഇവരിലേക്ക് കൈമാറും. അപ്പം ആ ഒരു ആൾക്കാർ ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. അതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ഇത്. അപ്പോൾ നമ്മുടെ ആ ഒരു തൊഴിലുടമയെ അറിയിച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരുടെ വിവരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് തൊഴിലുടമയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എങ്ങനെയാണ്? മിടുക്കരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ ഓരോ കമ്പനീസൊക്കെ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഓരോ കോളേജിലൊക്കെ ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിൽ അവർ ഇങ്ങനെ ഒരു ക്യാമ്പസ് സെലക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തിയിട്ട് നേരിട്ട് വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ തിരഞ്ഞെടുക്കാറുണ്ട്. അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയുള്ള അതൊരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. നെക്സ്റ്റ് ഇനി നോക്കാം, ആവശ്യപ്പെടാതെ അപേക്ഷിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ തൊഴിലന്വേഷകർ അവരുടെ ബയോഡാറ്റ സാധാരണയായി സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടും തപാൽ മാർഗമോ ആവശ്യപ്പെടാതെ എത്തിക്കാറുണ്ട്. ഇത്തരക്കാരുടെ ഒരു ലിസ്റ്റ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുകയും ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കാറുമുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കൻസ് കുറേ ആൾക്കാർ അങ്ങനെ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർ ഇതിപ്പം ആവശ്യപ്പെടാതെ തന്നെ മെയിലിലേക്ക്, ആ ഒരു കമ്പനീൻ്റെ മെയിലിലേക്കും അതുപോലെ തപാൽ വഴിയോ പോസ്റ്റൽ വഴിയോ ഒക്കെ നമുക്ക് അവരുടെ ആ ഒരു ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ ആ ഒരു ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറേ കാറ്റഗറി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരുന്ന കേസസ് ഇല്ലേ, അങ്ങനെ വരുന്ന ആ ബയോഡാറ്റയും ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അത് അവർ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാരെ ഇവരെ ഏത് പോസ്റ്റിനാണോ ഇപ്പോൾ വിളിക്കുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യും. അതാണ് ആവശ്യപ്പെടാതെ അപേക്ഷിക്കുന്നവർ. അപ്പോൾ അത് അവർ പരിഗണനയിൽ എടുക്കാറുണ്ട് ഇങ്ങനത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കാറുണ്ട്. അതാണ് ആവശ്യപ്പെടാതെ അപേക്ഷിക്കുന്നവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടറി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ജോലികൾ അടിയന്തരമായി തീർക്കുന്നതിന് കൂടുതൽ തൊഴിലാളികൾ വേണ്ടി വരുമ്പോഴാണ് ഫാക്ടറി കവാടത്തിൽ ഒഴിവുകളുടെ എണ്ണം നോട്ടീസിൽ പരസ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് തിരക്കായിട്ടുള്ള ടൈമിങ്ങിലൊക്കെ അടിയന്തരമായിട്ട് കുറച്ച് ആളുകളുടെ ഒരു കുറവുണ്ടെങ്കിൽ, എംപ്ലോയീസിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഒരു ഫാക്ടറിയുടെ ആ ഒരു കമ്പനിയുടെ ഗേറ്റിൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, ഇത്ര ആൾക്കാർ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാറുണ്ട്. അതാണ് ഫാക്ടറി കവാടത്തിൽ ഒഴിവുകളുടെ എണ്ണം നോട്ടീസിൽ പരസ്യപ്പെടുത്തും. അപ്പോൾ അത്തരത്തിലും അവർ എക്സ്റ്റേണലി റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതാണ് ഫാക്ടറി ഗേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ജീവനക്കാരുടെ ശുപാർശ. നിലവിലുള്ള ജീവനക്കാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ശുപാർശ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷൻ വഴി ആളുകളെ ജോലിക്ക് എടുക്കാറുണ്ട്, അങ്ങനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവരുടെ ഫാമിലീസോ നെയ്ബേഴ്സോ ബന്ധുക്കളോ അങ്ങനെ കൂട്ടുകാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ റെക്കമെൻഡേഷൻ വഴി ജോലിക്ക് എടുക്കാറുണ്ട്. അതൊരു എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. നെക്സ്റ്റ്, പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ഏജൻസി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണിവ. ഇങ്ങനെ ഓരോ കൺസൾട്ടൻസീസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരും ആ ഒരു കമ്പനിയായിട്ട് ചെറിയൊരു ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആളുകളെ അവരുടെ കൺസൾട്ടൻസിയിൽ രജിസ്റ്റർ ചെയ്ത് ആളുകളെ ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ വാങ്ങി രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഓരോ കമ്പനീസിൽ ഒഴിവ് കാര്യങ്ങളൊക്കെ അറിയുന്ന ടൈമിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു കമ്മീഷനോ അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഇത്ര പേയ്മെൻറ്റ് ഇവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെൻ്റ് ആണത്. അതാണ് ഈ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഓരോ കൺസൾട്ടൻസീസൊക്കെ വഴി അങ്ങനെയും റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ പരസ്യം എന്താണെന്ന് പറഞ്ഞു, പരസ്യത്തിലൂടെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആവശ്യപ്പെടാതെ അപേക്ഷിക്കുന്നവർ, ഫാക്ടറി ഗേറ്റ്, ജീവനക്കാരുടെ ശുപാർശ, പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ഏജൻസികൾ, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇനി നമുക്ക് നാലാമത്തെ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് അപേക്ഷിച്ചവരെല്ലാം യോഗ്യരാവണമെന്നില്ല. യോഗ്യരാണെങ്കിൽ തന്നെ
എല്ലാവരെയും എടുക്കാനും കഴിയില്ല. അതിനാൽ അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്ന് ആവശ്യമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ജോലിക്ക് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു ഇപ്പം എല്ലാവരും അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ വേക്കൻസി അറിഞ്ഞാൽ എല്ലാവരും എന്താണ് അവരുടെ ബയോഡാറ്റ കൊണ്ട് ആ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. പക്ഷെ അത് അങ്ങനെയുള്ള എല്ലാവരും ഇപ്പം അതിനുള്ള ആ ഒരു പൊട്ടൻഷ്യലുള്ള ആളുകളായിരിക്കണം എന്നില്ല. പക്ഷെ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷനോ അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും ഏറ്റവും ചൂസ് ചെയ്യായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആളെ ഒരാൾ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പോൾ അത്രയും യോഗ്യരാണെങ്കിൽ അല്ലേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ അതിനാൽ അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്ന് ആവശ്യമുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ ജോലിക്ക് സെലക്ട് ചെയ്യുക. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ നടപടിക്രമങ്ങൾ. ഫസ്റ്റ് വൺ, സ്ക്രീനിങ് ആപ്ലിക്കേഷൻ. അപേക്ഷകൾ സ്വീകരിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയറാണ് സ്ക്രീനിങ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു സ്ക്രീനിങ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് നിശ്ചിത യോഗ്യതയില്ലാത്തവരെയും അപൂർണവുമായ അപേക്ഷകളെയും ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എലിമിനേറ്റ് ചെയ്യും. ആ ഒരു ആപ്ലിക്കേഷൻ എന്താണ് സ്വീകരിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം നമ്മളിപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് ജോബ് വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ ബയോഡാറ്റ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് കുറച്ച് ആപ്ലിക്കേഷൻ അവർ സെലക്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു സ്ക്രീനിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി പരിശോധന നടത്തിയതിന് ശേഷം അതിൽ എന്താണ് ആ അപേക്ഷകൾ ആ ഒരു യോഗ്യത ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു അപേക്ഷ അവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യും. അതാണ്. ഇനി നെക്സ്റ്റ് ഒരു സെലക്ഷൻ്റെ പ്രൊസീജിയറാണ് ഹോൾഡിംഗ് ടെസ്റ്റ്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക ഇൻ്റർവ്യൂ, ഒരു ചെറിയൊരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലെ കണ്ടക്ട് ചെയ്യും. ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് ആപ്ലിക്കേഷൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹോൾഡിംഗ് ടെസ്റ്റ്. അപേക്ഷകൻ്റെ യോഗ്യത, പരിചയ സമ്പത്ത്, താല്പര്യങ്ങൾ തുടങ്ങിയവയെ പറ്റി കമ്പനി ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും. അപേക്ഷകൻ ആ ജോലിക്ക് മാനസികമായും കായികമായും യോഗ്യനാണ് എന്നറിയാൻ ഉള്ളതാണ് ഈ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഹോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു നേരിട്ടുള്ളൊരു ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓറൽ ടെസ്റ്റോ ഒരു റിട്ടേൺ ടെസ്റ്റോ അങ്ങനെ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്തും. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ മാനസികമായും കായികമായും യോഗ്യനാണോ എന്നറിയാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു ടെസ്റ്റ് നടത്തും. അതാണ് ഹോൾഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് സെലക്ഷൻ്റെ സെക്കൻഡ് പ്രൊസീജിയർ. ഇനി തേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഇൻ്റർവ്യൂ, സെലക്ഷൻ ടെസ്റ്റ്. പ്രാഥമിക അഭിമുഖം വിജയിക്കുന്നവർക്ക് പൂരിപ്പിച്ചു നൽകാൻ വേണ്ടി വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോറമാണ് ബാങ്ക് ആപ്ലിക്കേഷൻ ഫോറം. ഉദ്യോഗാർത്ഥികളുടെ വിവിധ വിവരങ്ങൾ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജോലി പരിചയം, അഭിരുചി, റഫറൻസുകൾ, പ്രതീക്ഷിക്കുന്ന ശമ്പളം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജോലി ചെയ്യാൻ ആവശ്യമായ കഴിവ്, വൈദഗ്ധ്യം, കാര്യശേഷി തുടങ്ങിയവ അപേക്ഷകരിലുണ്ടോ എന്നറിയാൻ സെലക്ഷൻ ടെസ്റ്റ് സഹായിക്കും. അപ്പോൾ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തും. അവർ ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ആയാലാണ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകുക. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ ഇൻ്റർവ്യൂവിൽ അവരുടെ ബയോഡാറ്റയും അവരുടെ യോഗ്യത, അതുപോലെ ജോലി പരിചയവും അവരുടെ ആ ഒരു അഭിരുചി, അതുപോലെ റെഫറൻസുകൾ, അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ശമ്പളം, അതിനെ പറ്റിയിട്ടൊക്കെ അതിൽ ഉൾപ്പെടുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ജോലി ചെയ്യാൻ ആവശ്യമായ കഴിവിനെ പറ്റിയിട്ടും അവരുടെ ആ ഒരു നോളേജും വൈദഗ്ധ്യവും കാര്യശേഷിയും തുടങ്ങിയ അപേക്ഷകരിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്ഷൻ ടെസ്റ്റ്, ഒരു ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റേജാണ്, അടുത്തൊരു സ്റ്റെപ്പാണ് ചെക്കിങ് റെഫറൻസസ്. റെഫറൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അപേക്ഷകൻ്റെ വ്യക്തിത്വവും സ്വഭാവവും കാര്യശേഷിയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഉറവിടമാണ് റെഫറൻസ്. ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന റെഫറൻസുകളിൽ നിന്ന് അവരെ പറ്റി കൂടുതൽ ശേഖരിക്കുക എന്നതാണ് ഈ സെലക്ഷൻ പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഇപ്പം ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് അവർ ചെക്ക് ചെയ്യും. അപ്പം നമ്മളൊരു റെഫറൻസ് ബയോഡാറ്റയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ മുൻപരിചയമുള്ള, നമ്മുടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസോ അവിടുത്തെ മാനേജറിൻ്റെ കോൺടാക്ട് നമ്പറോ അവിടുത്തെ ഒരു ഡീറ്റെയിൽസ്, അഡ്രസ്സോ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ബയോഡാറ്റയിൽ. അപ്പോൾ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത ആളുകളെ ഇവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടർ, അതുപോലെ നമ്മുടെ ഒരു സ്കില്ല്, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് എന്തെങ്കിലും കേസും കാര്യങ്ങളോ, അതുപോലെ നമ്മുടെ ഒരു ബിഹേവിയർ ഒന്നും അത്ര ശരിയല്ലെങ്കിലും, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ കുടുങ്ങിയ ഒരാളാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു
സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തന്നെ അവർ നമ്മളെ എലിമിനേറ്റ് ചെയ്യും. അപ്പം ആ ഒരു റെഫറൻസ് കൂടെ അവർ നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യുക. അതാണ് റെഫറൻസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആ ഒരു റെഫറൻസിൻ്റെ ചെക്കിങ് റെഫറൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റാഫിങ്ങിൻ്റെ പ്രൊസീജിയറാണ് മെഡിക്കൽ എക്സാമിനേഷൻ അഥവാ വൈദ്യ പരിശോധന. റെഫറൻസ് പരിശോധനയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതുണ്ട്. ജോലി ചെയ്യാനുള്ള അവരുടെ ശാരീരിക ശേഷി വിലയിരുത്താൻ വേണ്ടിയാണിത്. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക എന്തെങ്കിലും പ്രശ്നങ്ങളോ നമ്മുടെ ആ ഒരു ശാരീരിക ശേഷി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ആ ഒരു വൈദ്യ പരിശോധന. അപ്പം അതും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇഷ്യൂ ഓഫ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അവസാന സെലക്ഷൻ ആണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് അവസാനം കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ നമ്മൾ ഓക്കെ ആയിട്ട് നമ്മൾ ഫിറ്റ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ സെലക്ഷൻ പ്രക്രിയയിലെ മുകളിൽ പറഞ്ഞ എല്ലാ കടമ്പകളും കടക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഔപചാരികമായി നിയമിച്ചുകൊണ്ടുള്ള ഓർഡർ നൽകും. നിയമവ്യവസ്ഥകൾ, ജോലിയുടെ സ്വഭാവം, ശമ്പള നിരക്ക്, ജോലിക്ക് പ്രവേശിക്കേണ്ട നിശ്ചിത ദിവസം തുടങ്ങിയവ നിയമനത്തിലുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് കിട്ടുന്ന ആ ഒരു ലെറ്ററിൽ, ആ ഒരു ഓർഡറിൽ അതിൽ അവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ ജോലിയുടെ സ്വഭാവം, നമ്മുടെ ഒരു സാലറി സ്കെയില്, പിന്നെ നമ്മൾ എന്നാണ് ജോയിൻ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ്, അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇഷ്യൂ ഓഫ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നതിന് മുന്നേ ഇത്രയും പ്രോസസ്സ് നമ്മൾ ഈ ഒരു കടമ്പകളെല്ലാം കിടക്കണം. നമ്മൾ സ്ക്രീനിങ് ആപ്ലിക്കേഷൻ, ഹോൾഡിംഗ് ടെസ്റ്റ്, സെലക്ഷൻ ഇൻ്റർവ്യൂ, ചെക്കിംഗ് റെഫറൻസ്, മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഈ ഒരു 5 സ്റ്റേജും കഴിഞ്ഞാലേ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രൊബേഷൻ പീരീഡ് എന്താണെന്ന് നോക്കാം. സ്വഭാവ പഠന കാലാവധി. ഒരാളെ ശരിയായ ജോലിക്ക് നിയോഗിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നിയമനം സാധാരണയായി 1-2 കൊല്ലത്തേക്കുള്ള പ്രൊബേഷൻ നിയമനമായിരിക്കും. ഈ കാലയളവിൽ അയാളെ പല ജോലിക്ക് മാറി മാറി നിയോഗിക്കും. ഒടുവിൽ അയാൾക്ക് ഏറ്റവും പറ്റിയ ജോലിയായി കണ്ടെത്തുന്ന ജോലിക്ക് അയാളെ നിയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടോ ആ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്വഭാവ പഠന കാലാവധി. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം ഒരു ജോലി സ്ഥാപനത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ, ഒരു ബിഹേവിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കാണിച്ചാൽ, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ജോലിക്ക്, അതുപോലെ നമ്മൾ ഒരു ഇന്ന ജോലിയൊന്നും ഉണ്ടാവില്ല, നമ്മളെല്ലാ ജോലിയിലും അവർ എല്ലാ ഡ്യൂട്ടീസും നമുക്ക് തരും. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ഒരു ജോലി ഏതിലാണോ അതിലാണ് നമ്മൾ അവർ നിയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ എന്തെങ്കിലും കച്ചറയോ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസസൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, സ്വഭാവ പഠന കാലാവധി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ഡിഫറൻസ് എന്നിട്ട് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകരാകാൻ ഇടയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കലുമാണ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ നെക്സ്റ്റ് വൺ, ഇതൊരു രചനാത്മക അഥവാ പോസിറ്റീവ് പ്രക്രിയയാണ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്. നെക്സ്റ്റ്, ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കലാണ് ലക്ഷ്യം. ലാസ്റ്റ് വൺ, ഇതൊരു ലളിതമായ പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെലക്ഷൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കാം. ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കലാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് റിക്രൂട്ട്മെൻറ്റിൽ എന്താണ്, അപേക്ഷകരാകാൻ ഇടയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കലുമാണ് റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് അവർക്കിടയിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്യുക, അതാണ് ഒരു സെലക്ഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ഇതൊരു നിഷേധാത്മക പ്രക്രിയയാണ്, അതൊരു നെഗറ്റീവ് പ്രക്രിയയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ എന്താണ് കുറേ ആൾക്കാരെ കട്ട് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. നമ്മൾ ഭയങ്കര ചൂസി ആയിട്ട് അങ്ങനെ കുറേ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഇതൊരു നെഗറ്റീവ് പ്രക്രിയയാണ്. പക്ഷേ നേരെ മറിച്ച് റിക്രൂട്ട്മെൻറ്റിലാകുമ്പോൾ നമ്മൾ അപേക്ഷിക്കാൻ ആ ഒരു ജോലി ആവശ്യമുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മൾ എന്താണ് സ്വീകരിക്കുന്നുണ്ട്. റിക്രൂട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ട്, എല്ലാവരെയും നമ്മൾ ആ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് സെലക്ഷനിൽ നമ്മൾ എല്ലാവരെയും എലിമിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ എടുക്കുകയുള്ളൂ. അതാണ് ഇതൊരു സെലക്ഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രക്രിയയാണ്.
നെക്സ്റ്റ് വൺ, ജോലിക്ക് ഏറ്റവും പ്രാപ്തരായ ചുരുക്കം പേരെ തിരഞ്ഞെടുക്കാനാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ സെലക്ഷൻ്റെ അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടും ഏറ്റവും ആ ഒരു ജോലിക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതാണ് ഒരു സെലക്ഷൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഏറ്റവും പ്രാപ്തരായ ചുരുക്കം പേരെ തിരഞ്ഞെടുക്കലാണ് ലക്ഷ്യം. നെക്സ്റ്റ്, ഇതൊരു സങ്കീർണ പ്രക്രിയയാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കുറച്ചൊരു സങ്കീർണമായ പ്രക്രിയയാണ്. അതാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് പ്ലേസ്മെൻറ്റ്. തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരന് ശരിയായ ജോലിയിൽ പ്രവേശിപ്പിക്കലാണ് നിയോഗിക്കൽ എന്നതിനർത്ഥം. അഥവാ പ്ലേസ്മെൻറ്റ് എന്നതിനർത്ഥം. സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥന്മാർക്കും സഹപ്രവർത്തകർക്കും പുതിയ ജീവനക്കാരനെ പരിചയപ്പെടുത്തണം. കൂടാതെ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, ജോലിയുടെ പൂർണ്ണ വിവരം, അധികാരം, ഉത്തരവാദിത്തം തുടങ്ങിയവയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിനെ ജോലിയിൽ പ്രവേശിപ്പിക്കുക. അതാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ഥാപനത്തിലുള്ള മാനേജർമാരെയും അതുപോലെ കോവർക്കേഴ്സിനെയൊക്കെ പുതിയ ജീവനക്കാരനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ഥാപനത്തിൻ്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ ആ ഒരു ജോലിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസും, അപ്പോൾ നമ്മുടെ പവർ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണയൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു പ്ലേസ്മെൻറ്റിലാണ് നമ്മളതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക, ആ ഒരു നിയോഗിക്കുന്ന സമയത്ത്, ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന പ്രക്രിയ എന്നർത്ഥം. കമ്പനിയുടെ പശ്ചാത്തലം, കമ്പനിയിലെ ഉൽപ്പാദനം, സംഘടനാ സംവിധാനം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ഥാനം, ജീവനക്കാരെ സംബന്ധിച്ച നയങ്ങൾ, ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ, നിയമങ്ങളും വ്യവസ്ഥകളും, സുരക്ഷാ നടപടികൾ എന്നിവ ഇൻഡക്ഷനിൽ ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന പ്രക്രിയ എന്നാണ് അർത്ഥം. അപ്പോൾ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ കമ്പനിയുടെ പ്രൊഡക്ഷനെ പറ്റിയിട്ട്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു സംഭവത്തെ പറ്റിയിട്ടും, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെയൊക്കെയാണ്, അതിൻ്റെ സ്ഥാനം എന്തൊക്കെയാണ്, ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, നയങ്ങൾ, അതുപോലെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും, സുരക്ഷാ നടപടി എന്നിവയൊക്കെ ഇൻഡക്ഷനിലാണ് ഉൾക്കൊള്ളുന്നത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മുടെ 7ാമത്തെ പ്രോസസ്സാണ് സ്റ്റാഫിങ്ങിൻ്റെ. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി അറിവും വൈദഗ്ധ്യവും കഴിവും വർദ്ധിപ്പിക്കുന്ന രീതിയാണ് പരിശീലനം അഥവാ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏൽപ്പിച്ച ജോലി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കാൻ ഇത് സഹായിക്കുന്നു. പുതിയ ജീവനക്കാർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഥാപനവുമായി പൊരുത്തപ്പെടാനും കാര്യക്ഷമത കൈവരിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മുടെ ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് ആയിരിക്കും. ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നമ്മൾക്ക് ഒരു പ്രത്യേക ജോലി, നമ്മൾ ഏത് ജോലിയിലാണോ നമ്മൾ കയറിയത്, അപ്പോൾ ആ ഒരു ജോലി, ആ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ട ഒരു നോളേജും ആ ഒരു സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നത്. അപ്പോൾ ഏൽപ്പിച്ച ജോലി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കാൻ ഈ ഒരു ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ ജീവനക്കാർക്ക് ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു സ്ഥാപനമായിട്ട് പൊരുത്തപ്പെടാനും അതുപോലെ അവർക്ക് ആ ഒരു ജോലിയിൽ കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ട്രെയിനിങ് മൂലം സാധിക്കുന്നു. അതുപോലെ വികസനം, അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള ജോലികൾ ചെയ്യുന്നതിനുള്ള കഴിവ് ആർജിക്കുക മാത്രമല്ല ഭാവിയിലെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള പൗരനായി മാറാനും സജ്ജരാക്കുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശീലനം കൊണ്ട് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഓവറോൾ ഒരു ഡെവലപ്ഡ് ആവും നമ്മൾ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും, അപ്പോൾ നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപെടാനാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഉത്തരവാദിത്വമുള്ള പൗരനായി മാറാനൊക്കെ ഈ ഒരു നിലവിലുള്ള ജോലികൾ ചെയ്യുന്നതിനുള്ള ആ ഒരു കഴിവും ആർജിക്കുക മാത്രമല്ലാതെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാനും സമൂഹത്തിലുള്ള ഉത്തരവാദിത്വമുള്ളൊരു പൗരനായി മാറാനും ഒക്കെ സജ്ജരാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. 7 പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇനിയും 3 പ്രോസസ്സ് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അതിലാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.